Okay, when the bass drops, you know what to do. When the beat drops, you know what to do. नीले नीले अंबर पर चांद जब आए, प्यार बरसाए, हमको तरसाए. ചുങ്കത്ത് ജ്വല്ലറി ബോളിവുഡ് റെഡ് റോസ് എല്ലാ ശനിയാഴ്ചയും രാത്രി 8:30. ചുങ്കത്ത് ജ്വല്ലറി ബോളിവുഡ് റെഡ് റോസ് ബ്രോട്ട് യു ബൈ ചുങ്കത്ത് ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങളുടെ സ്വർഗതീരം. ഗൃഹപാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ്. അതിഥിയായിത്തിരിക്കുന്നത് പ്രശസ്ത വാസ്തുവാചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റുമായ ശ്രീ കെ മുരളീധരൻ നായർ. സർ, ഈ അടുക്കളയുടെ സ്ഥാനം, ഒരു വീട്ടിലെ അടുക്കളയുടെ സ്ഥാനം എവിടെയാണ്? അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള അടുക്കള ഉണ്ടല്ലോ ഇപ്പോൾ, അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അങ്ങനെ അടുക്കള വെക്കാമോ? ഈ ആധുനിക രീതിയിലുള്ള അടുക്കള എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിരുന്നാൽ ഫ്ലാറ്റിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. അടുക്കളയും ഡൈനിങ്ങുമായിട്ട് ഇടച്ചോരില്ലാത്ത രീതിയിലുള്ള പണി ചെയ്യുക. അപ്പോൾ അടുക്കളയെന്ന് വെച്ചാൽ ഒരു സ്വകാര്യത ഉണ്ടാകും. പണ്ട് കാലത്തൊക്കെ അടുക്കളക്കാരുമല്ലോ, അത് അടുക്കള ഒരു വാല് കൊടുത്താണ് അടുക്കളയ്ക്ക് കത്ത് കയറുന്നത്. പോട്ടെ, വാതിൽ വേണ്ടെന്ന് വയ്ക്കുക. ഇതിപ്പോൾ അങ്ങനെയല്ല. ഡൈനിങ്ങിൻ്റെ വാർഡ് അടുക്കളയിൽ കയറുന്ന ചുമരേ ഇല്ല. അതൊരിക്കലും നല്ലതല്ല. അടുക്കളയ്ക്ക് ഒരു ചുമര് വേണം. പിന്നെ വാതിൽ വേണ്ടെങ്കിൽ വേണ്ട, ഏകദേശം ഒരു 1 മീറ്റർ വീതിയല്ലേ ഉള്ളൂ. അല്ല, ചുമരില്ലാത്ത രീതിയിൽ അത് അടുക്കള ആകില്ല. പൂജാമുറി എന്ന് പറയുന്നതും അടുക്കളയെന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ശരിക്കും പറഞ്ഞാൽ വീടിനെ സംബന്ധിച്ച് അടുക്കള. ആ അടുക്കളയ്ക്ക് അതിൻ്റെ പരിപാലനമായ എല്ലാ കാര്യങ്ങളും കൊടുക്കണം. എങ്കിൽ മാത്രമേ അവിടെ വസിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യകരമായ കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അതുപോലെ പൂജാമുറി ആരും പറയുന്നില്ലല്ലോ, ഒരു വീട്ടിലൊരു പൂജാമുറി വേണമെന്ന് ആരും പറയുന്നില്ലല്ലോ. വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കണക്കനുസരിച്ച് വയ്ക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വിളക്ക് എത്തിക്കാമല്ലോ, ഒരു ടീപ്പായിട്ട് വേണ്ട വിളക്ക് എത്തിക്കാമല്ലോ. പിന്നെ അടുക്കളയുടെ സ്ഥാനങ്ങൾ, വീടിൻ്റെ സ്ഥാനങ്ങളാണെങ്കിൽ 1-ാം സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണാണ്. 2-ാം സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് പറയുന്നത്. 3-ാം സ്ഥാനം കിഴക്ക് വടക്ക് ഭാഗമാണ്. ഇപ്പോൾ പണ്ട് കാലത്തുള്ള വീടുകൾക്കെല്ലാം തന്നെ വടക്ക് കിഴക്കേ ഭാഗം അടുക്കളയും അത് സ്വല്പം തള്ളി നിൽക്കും. അതിന് മീനൻ രാശിയായിട്ടുള്ള കിണറും അങ്ങനെയാണ് പണ്ട് കാലത്തെല്ലാം കൊടുത്തിരുന്നത്. അതൊരിക്കലും തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് തെക്ക് കിഴക്ക് ഭാഗം അഗ്നികോണുള്ള ഭാവം, അവിടെയാണ് അടുക്കളയ്ക്ക് സ്ഥാനം പറയുന്നത്. പിന്നെ നമ്മൾ സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുമ്പോൾ ഈ എവിടെയാണോ അതിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് അത് കണക്കായി അടുക്കള കൊണ്ട് ഫ്രണ്ടിൽ കൊടുക്കുക വയ്ക്കാറില്ല. അപ്പം ചുരുക്കി പറഞ്ഞിരുന്നല്ലോ, ഒരു വീട് പണിയുമ്പോൾ കന്നിമൂല വരുന്ന ഭാഗം, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിച്ച് മറ്റുള്ള ഭാഗങ്ങളിൽ മൂലകളിൽ വീട് അടുക്കള പണിയാം. കിഴക്കിൻ്റെ ഏത് ഭാഗത്തും അടുക്കള വരുന്നതും തെറ്റില്ല. ഓക്കെ സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഇത് ശോഭയാണ്. സാറിനോട് സംസാരിച്ചോളൂ. പറയൂ. സാറേ, നമ്മളിപ്പോ കിഴക്കോട്ട് ബേസ്മെന്റ് കെട്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. കിഴക്കോട്ട് ദർശനം, വടക്ക് കിഴക്കായിട്ട് അടുക്കള, പിന്നെ തെക്ക് സൈഡിലായിട്ട് ചെറിയൊരു തോടും കിഴക്കോട്ട് ഒഴുക്കുവാണ്. അത് എന്തെങ്കിലും ദോഷമുണ്ടോ? അങ്ങനെ വീട് തെക്ക് പടിഞ്ഞാറ് നിന്ന് വെള്ളം കിഴക്കോട്ട് ഒഴുകുകയാണോ? അതന്നെ തെക്ക് സൈഡ് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് ഒഴുകുന്നു. ശരി. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, വീട് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഒരു കോമ്പൗണ്ട് കെട്ടിക്കണം. കോമ്പൗണ്ട് കെട്ടാതിരിക്കരുത് കേട്ടോ. ഒരു ചുറ്റുമല നല്ല രീതിയിൽ കെട്ടുക. വടക്കും കിഴക്കും പൊക്കത്തിനെക്കാട്ടിയും ഒരു 2 വരെയെങ്കിലും ഈ ഭാഗത്ത് പൊക്കി വെക്കുക, പൊക്കി കെട്ടുക കേട്ടോ. അങ്ങനെ ചെയ്യുക, അതൊരു പരിഹാരമാകും.
പിന്നെ കിഴക്കോട്ട് ഒഴുകി പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. അത് പക്ഷെ മതിൽ വേണം, ചുറ്റുമതിൽ കർശനമായിട്ടും വേണം. അടുക്കള വടക്ക് കിഴക്കാണ്, അതിന് ദോഷമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. വടക്ക് കിഴക്ക് ധൈര്യമായിട്ട് വെച്ചോളൂ. കിഴക്കോട്ട് സ്ലാബ് വെച്ച് കിഴക്കോട്ട് നിന്ന് ആഹാരം പാകം ചെയ്യണം കേട്ടോ. കിഴക്കോട്ട് നോക്കി നിന്ന് ആഹാരം പാകം നമ്മൾ സിങ്ക് എല്ലാം കൊടുക്കുക, അതായത് പാത്രം കഴിയുന്ന സാധനം വടക്ക് ഭാഗത്തേക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, ഇപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കാലത്തേക്കാണ് നമുക്ക് അതിൽ താമസിക്കാൻ കഴിയുന്നത്? അതായത് ഒരു 10-40 വർഷം കഴിഞ്ഞാൽ പിന്നെ അതിൽ താമസിക്കാം? മനുഷ്യന്റെ ആരോഗ്യം ശരിയായ രീതിയിൽ പിന്നെ ആഹാരം എല്ലാം കഴിച്ച് എല്ലാ സംരക്ഷണം, ഒരു പുരുഷനായാലും സ്ത്രീ ആയിരുന്നാലും അവര് സാമാന്യ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 85-90 വയസ്സോളം ഇപ്പൊ ജീവിച്ചിരിക്കുന്നു. ഒരു എല്ലാവർക്കും ആരോഗ്യം കൂടുതലാണ്, ആയുസും കൂടുതലാണ്. കണക്ക് ഇപ്പോഴത്തെ സർവേ കണക്ക് അത് അങ്ങനെയാണ്. വീടിന് സാധാരണ രീതിയിൽ തന്നെ 60 വർഷത്തോളം 5 ഘട്ടങ്ങളായിട്ടാണ്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം എന്നുള്ള സ്റ്റേജാണ്. ഒരിക്കലും തന്നെ മരണത്തിൻ്റെ സ്റ്റേജിലേക്ക് വീട്ടിനെ കൊണ്ടുപോകരുത്. വാർദ്ധക്യത്തിൻ്റെ ആ സ്റ്റേജൊക്കെ വരും, അത് ശരിക്കും ഒരു 10-40 വർഷമെല്ലാം കഴിയുമ്പോൾ മെയിൻ്റനൻസ് ചെയ്യുക, കൃത്യമായ മെയിൻ്റനൻസ് ചെയ്യുക. കൃത്യമായ നമ്മളെ ശരീരം പോലെ തന്നെയാണ്, കൃത്യമായ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ആ വീട് കുറേ കാലം ഇരിക്കും. ഇപ്പോഴേ 200 വർഷത്തോളം പഴക്കമുള്ള പണ്ടത്തെ ആരുടെ കണക്കുള്ള വീടുകൾ മനോഹരമായിട്ട് പോളിഷൊക്കെ ചെയ്ത് സംരക്ഷിച്ച് വരുന്നുണ്ട്. ഉണ്ട്, അങ്കണവും എല്ലാം കാര്യങ്ങളും സംരക്ഷിച്ച് വരുന്നുണ്ട്, പുരാവസ്തുവായിട്ടൊക്കെ നോക്കുന്നുണ്ട്. 350 വർഷമുള്ളതുണ്ടല്ലോ നമ്മുടെ കൊട്ടാരങ്ങളൊക്കെ എത്ര വർഷമുള്ള. അതുകൊണ്ട് സംരക്ഷിക്കും പോലെ ഇരിക്കും. പിന്നെ പണ്ട് നല്ല തടിയിൽ പണിഞ്ഞിട്ടില്ലെങ്കിൽ ഇരിക്കില്ല, കാരണം ഉൾപ്പം വന്നൊക്കെ ചീത്തയായിപ്പോ. നല്ല മെറ്റീരിയൽസ് ഒക്കെ കൊണ്ട് പണിഞ്ഞതാണെങ്കിൽ വളരെ കാലം ഇരിക്കും. പക്ഷേ ഈ കോൺക്രീറ്റ് വീടുകൾ ഒരു പരമാവധി ഒരു 50 വർഷം, കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ സിമെന്റിന്റെ ക്വാളിറ്റിക്ക് അല്ലേ, അതിനപ്പുറം പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരു 50 അതിനപ്പുറം പോവില്ല. സാർ, വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ആരാണ്? അഞ്ജു. എവിടെ നിന്നാണ് അഞ്ജു? ഞാൻ പറൂരിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. പറയൂ അഞ്ജു, എന്താണ്? അതെ സാർ, ഞങ്ങളുടെ വീട് തറ 3 വർഷം കഴിഞ്ഞു. അപ്പോ ഇത്ര നാളായിട്ടും അത് പണിതിട്ടില്ല. അപ്പോ ഞങ്ങൾ ഒരു ജോത്സ്യനെ കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ അടുക്കള ഭാഗം വരുന്നത് കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടാണ്. അപ്പോ അതിൽ നിന്ന് 2 കല്ല് എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? 2 കല്ലെടുത്ത് കളയാൻ പറഞ്ഞോ? നിങ്ങളിപ്പോ വീട് പൂർത്തീകരിച്ചിട്ടുണ്ടോ? ഇല്ല, പൂർത്തീകരിച്ചിട്ടില്ല. 3 വർഷമായി. ഫൗണ്ടേഷൻ മാത്രമേ കെട്ടിയിട്ടുള്ളൂ? അതെ അതെ. നിങ്ങൾ വയ്ക്കാൻ പോണത് പിന്നെ കോൺക്രീറ്റ് വീടല്ലേ? അതെ അതെ, കോൺക്രീറ്റ്. കോൺക്രീറ്റ് വീടിന് പിന്നെ എന്താ ഏത് ഭാഗത്ത് 2 കല്ലെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു? പൊക്കത്തിന്റെ കാര്യമാണോ? കിഴക്ക് വടക്ക് ഭാഗത്ത്, അതായത് അടുക്കള ഭാഗത്തായിട്ട് വരും. അടുക്കള വടക്കിഴക്ക് മൂലഭാഗത്ത്. എങ്ങനെയാ കല്ലെടുക്കാൻ പറഞ്ഞത്? വെറുതെ കുത്തിപ്പൊളിച്ച് കളഞ്ഞാതെന്നാ പറഞ്ഞിരിക്കണേ. കുട്ടി, അതിലൊന്നും കാര്യമില്ല കേട്ടാ. കുറെ അന്ധവിശ്വാസങ്ങൾ ഞാൻ ഇതിനകത്തുണ്ട്. അങ്ങനെ ഇതൊരു സയൻസ് സബ്ജക്റ്റ് ആണ്. വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ കുത്തിയൊന്നും പൊളിക്കണ്ട. ന്യായമായ രീതിയിൽ ഉള്ളൊരു കണക്കും കാര്യത്തിലാണെങ്കിൽ കുത്തിയൊന്നും പൊളിക്കണ്ട. ധൈര്യമായിട്ട് ഒരു കോൺക്രീറ്റ് വീടാണ് പണിഞ്ഞോളൂ കേട്ടോ. ഇങ്ങനെ പല ആൾക്കാരും കുത്തിപ്പൊളിക്കാനൊക്കെ പറയും, അതിനൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ ആധികാരികമായിട്ട് പഠിച്ച ഒരു വ്യക്തിയെ കൊണ്ട് കാണിക്കും, അവിടെ അടുത്ത് കാണും. ആധികാരികമായി പഠിച്ച ഒരു വ്യക്തിയെ കൊണ്ട് കാണിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സാർ, ഇപ്പം ഒരുമാതിരിപ്പെട്ട വീടുകളിലൊക്കെ ഞാൻ കാണുന്നതാണ് ഈ റൂംസ് ഒരേ അളവായിരിക്കില്ല, സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം ആയിരിക്കില്ല. കോണ് ചരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ആ രീതി. അത് പാടില്ല. അത് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന വിൽക്കാൻ ആൾക്കാരല്ലേ താമസിക്കാൻ വേണ്ട. മുറികളായിരുന്നാല് ശരിക്കും പറഞ്ഞ കോണുകൾ വേണം. ഒന്നീ സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരത്തിലെടുക്കുക മുറികൾ. അല്ലാതെ അവിടെ വെട്ടി ഇവിടെ വെട്ടി ഇങ്ങനെ കോൺ വെട്ടി അങ്ങനെയൊന്നും മുറി എടുക്കരുത്. അത് അവിടുത്തെ ഊർജ്ജം കറക്റ്റ് ആകില്ല. ശരി, പിന്നെ പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ ശരിയായ ഒരു കട്ടിലിടാൻ പറ്റൂല, ഒരു മേശ ഇടാൻ പറ്റൂല, എല്ലാത്തിനും അസ്വസ്ഥമായിരിക്കും. ആ മുറിക്കകത്ത് കയറുമ്പോഴേ ഒരു അസ്വസ്ഥമായിരിക്കും. ശരിക്കും ഞാൻ പണ്ടൊക്കെ 10x10, 10 അടി നീളം 10 അടി വീതി, പണ്ടത്തെ കണക്കുകൾ വെച്ച് പറയണം. ആ മുറിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡബിൾ കോട്ടിൽ കട്ടിലിടാൻ സാധിക്കും. സാമാന്യം ഒരു ചെറിയൊരു മേശയും കസേരയ്ക്ക് ഇടാൻ നടന്നുപോലെ സ്ഥലവും കിട്ടും. അതിനെ കൊണ്ട് ബെൻഡാക്കിയിരുന്നാൽ സാധിക്കുമോ? സാധിക്കില്ല. ചില ആൾക്കാർ എലിവേഷന് വേണ്ടി മാത്രം ഇപ്പോഴും മാറിയിട്ടുണ്ട് മുൻതൂക്കം കൊടുക്കുന്നത്. നല്ല മനോഹരമായി കിടക്കുന്ന ഫ്ലോട്ടിനെയൊക്കെ വെട്ടി 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 വെച്ചിട്ട് അതൊക്കെ ഇപ്പോൾ പോയി. അതൊക്കെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതൊക്കെ എഞ്ചിനീയേഴ്സ് തന്നെ, അവർ ആർക്കിടെക്റ്റൊക്കെ തന്നെ അവർക്ക് ഇപ്പോൾ പ്ലാൻ വരയ്ക്കുന്നവരെല്ലാം തന്നെ വാസ്തുപരമായിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. എനിക്കറിയാം, എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ വരുന്നുണ്ട്.
പിന്നെ ഈ പ്ലാൻ കൊണ്ടുവരുന്നുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ തന്നെ പ്ലാൻ കാണുമ്പോഴേ അറിയാം അതിപ്പോൾ ആ കാലം മാറി. ഇപ്പോൾ എല്ലാവരും തന്നെ പഠിച്ചെടുത്ത് തന്നെ ചെയ്യുന്നത്. സാർ ഇപ്പൊ കുറച്ചു കാലം മുമ്പ് ഒരു ഫ്ലാറ്റ് ആയിരുന്ന ആൾക്കാർക്ക് ആഗ്രഹമെങ്കിൽ ഇപ്പൊ അത് വില്ലയിലോട്ട് മാറിയിട്ടുണ്ട്. അത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനോട് ബന്ധപ്പെട്ടതിനാണ്. ഈ ഫ്ലാറ്റിലെന്ന് പറഞ്ഞാൽ വാസ്തുപരമായ കാര്യങ്ങൾ ശരിക്കും അവർ ശരിക്കും കഴിയുന്നപ്പോൾ അവർ നോക്കി ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, നേരത്തെ ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു 50-60% മാത്രമേ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഫ്ലാറ്റിൽ ഒരു ലെഫ്റ്റ് പരിപൂർണ്ണമായിട്ട് യോഗ്യനാണെങ്കിൽ റൈറ്റ് ഔട്ട് ആവും. അപ്പോൾ എല്ലാ 4 സൈഡും ഓപ്പൺ ആയിട്ട് ഒരു ഫ്ലാറ്റ് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് അത് പരിപൂർണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. വാസ്തു നിർമ്മിതി പരിപൂർണ്ണമായിട്ട് പിന്നെ ഫ്ലാറ്റിൻ്റെ ഇത് കിട്ടാൻ സാധ്യല്ല. അതിൽ നിന്നൊക്കെ മടിച്ചുകൊണ്ട് ആൾക്കാർ ഇപ്പോഴെല്ലാം വില്ലാസിലേക്ക് വരുന്നത്. വില്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് 10 സെന്റ് തറ, പ്രത്യേകം കാമ്പൗണ്ട്, അതിൽ 1 നില 2 നില വീട്, കിണർ ഉൾപ്പെടെയാണ്. വാസ്തു നിർമ്മിതി തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. വാസ്തു നിർമ്മിതി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ അതെ, അവർക്ക് ഒന്ന് പിന്നെ ലാൻഡ്സ്കേപ്പൊക്കെ പുറത്ത് ഇരിക്കാനും എടുക്കാനും മനോഹരമായ ഒരു അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോഴെല്ലാം തന്നെ സിറ്റിക്കകത്ത് നിന്നൊക്കെ മാറി അല്പസമയം റൂറൽ ഭാഗത്തേക്ക് പോവുകയാണ്. വാഹനങ്ങളുണ്ടല്ലോ, ബസ് നോക്കേണ്ട കാര്യം. ഇപ്പൊ കാറില്ലാത്ത സ്കൂട്ടറില്ലാത്ത ആരാണുള്ളത് സിറ്റിക്കകത്തൊക്കെ. ഓക്കെ സാർ, നമുക്ക് വീണ്ടും ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം, ഗൃഹപാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആലപ്പുഴയിൽ നിന്ന് നാരായണനാണ്. സംസാരിച്ചോളൂ സാറിനോട്. പറയൂ നാരായണ. ആലപ്പുഴയിൽ നാരായണനാണ്. സംസാരിച്ചോളൂ. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട് കിഴക്കോട്ടാണ് ദർശനം. അപ്പൊ ബ്രഹ്മസൂത്രം വഴി നേരെ കോഴ്സത്തേക്ക് വരുമ്പോഴത്തേക്ക് യൂറോപ്യൻ ക്ലോസറ്റ്, എയർ പൈപ്പ്, സെപ്റ്റിക് ടാങ്ക് നേരെയാണ് നിൽക്കുന്നത്. അത് ദോഷമാണോ സാറേ? അതിനൊരു പരിഹാരം പറഞ്ഞു തരാമോ? നമുക്ക് കിഴക്കെന്നുള്ള പൂമുഖവാതിലിന്റെ നേരെ നിങ്ങൾ ഹാളിലേക്ക് ബാത്റൂമിന്റെ ഡോർ കൊടുത്തിട്ടുണ്ടോ? അതായത് കിഴക്ക് ദർശനമാണെങ്കിലും നേരെ പടിഞ്ഞാറോട്ടാണ് നമ്മൾ പോകുന്നത്. അതെ, ആദ്യം മുറിയും, പിന്നെ ഹാള്, പിന്നെ മുറി, പിന്നെ പാസേജ്, പിന്നെ അതിന്റെ പുറകുവശം കക്കൂസ്. അതെ, ഞാൻ ചോദിക്കുന്നത് ഹാളിലേക്ക് നിങ്ങളെ ബാത്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ യാതൊരു കുഴപ്പമില്ല കേട്ടോ, അവന് വേറെ കുഴപ്പമൊന്നുമില്ല. ഹാളിലേക്ക് വരത്തക്ക രീതിയിലുള്ള എയർ പാസിങ്ങും ലൈറ്റിങ് കറക്റ്റായി കൊടുക്കണം കേട്ടോ. അല്ലാതെ കുഴപ്പമില്ല. ബ്രഹ്മസൂത്രം അങ്ങനെയൊന്നും ചില ആൾക്കാരെ ഇടിച്ചവിടെ ഇട്ട് കൊടുത്താൽ പിന്നെ നിങ്ങളുടെ ആ കെട്ടിക്കണം അതെല്ലാം ഇടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ അത് കോൺക്രീറ്റ് വീടിന്റെ സംബന്ധപ്പെട്ട അതൊന്നും ബാധമല്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. സർ, പൊതുവായിട്ട് ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരടുത്ത് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു പിന്നെ സ്ഥലം വാങ്ങിയാൽ, ഇപ്പോൾ സിറ്റിക്കകത്തൊക്കെ സ്ഥലം വാങ്ങുന്നത് വെച്ചാൽ അല്ലെങ്കിൽ റൂറൽ സ്ഥലം വാങ്ങുന്നത് അവരവരെ സാമ്പത്തിക ചുറ്റുപാടിന് സ്ഥലം വാങ്ങിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ട്, അതായത് ആവശ്യമില്ലാത്ത ചില മരങ്ങളൊക്കെ അവിടെ കോമൺ, അതൊക്കെ മുറിച്ച് മാറ്റിക്കളയുക. പിന്നെ നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന സ്ഥലത്തിന് എതിരില്ലാതെ നിൽക്കുന്ന വൃക്ഷങ്ങൾ നിർത്തണം. എന്നിട്ട് അതെ ആവശ്യമുണ്ട്. എന്നിട്ട് ആദ്യം ചുറ്റുമതിൽ കെട്ടിയിട്ടാണ് പിന്നെ വീട്. ചുറ്റുമതിൽ വെച്ചാൽ വീടിന്റെ സാധനങ്ങൾ ഇറക്കുന്നതിന് വേണ്ടി ഒരു ഭാഗം കെട്ടരുത്. എവിടെയായിരുന്നാലും വീടിന്റെ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി ഒരു വഴിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം കെട്ടണ്ട, മറ്റേ 3 ഭാഗം നമ്മൾ കെട്ടിയ ശേഷം ആദ്യം ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, പിന്നെ ഒരറിയത്തൊക്കെ ഒരു പോറ്റിയെ വിളിച്ച് അല്ലെങ്കിൽ നമ്പൂരിയെ വിളിച്ച് ഭൂമി പൂജ ചെയ്യണം. ഭൂമി പൂജ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ് തറരക്ഷ സ്ഥാപിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആ വീട്ടിൻ്റെ നിൽക്കത്തൊക്കെ ഒരു കുടുംബത്തിൽ ചർച്ച വേണം, ഒരു പ്ലാൻ ചർച്ച വേണം. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എസ്റ്റിമേറ്റ്. മറ്റൊരു 2 കോടി രൂപ ഒരു വീട് വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടവും കാലും മാറ്റി വീട് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന നമ്മുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് വേണം. ആദ്യമേ ഒരു എസ്റ്റിമേറ്റ് വേണം. ഇപ്പോൾ ഒരു 40 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയണം, അല്ലെങ്കിൽ 25 ലക്ഷം രൂപയ്ക്കകത്തൊരു വീട് പണിയണം. അതിന് നമ്മൾ അത് കണക്കാക്കി ഒരു പ്ലാൻ തയ്യാറാക്കണം. പ്ലാൻ തയ്യാറാക്കുമ്പോൾ പ്രധാനപ്പെട്ട ബെഡ്റൂമൊക്കെ എവിടെയൊക്കെ വേണം, ഹാളെങ്ങനെ വേണം, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇടയ്ക്ക് പോകുന്നത്. ഓക്കെ സാർ, നമുക്ക് ഗൃഹപാഠത്തിന്റെ സമയം പൂർണ്ണമായി. എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊരു മറ്റൊരു അവസരത്തിലാവും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി. ഇന്നത്തെ ഗൃഹപാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവും അതിഥിയുമായി എത്താം. നന്ദി, നമസ്കാരം.